യോശുവ 17-ാം അധ്യായം. യോസെഫിന്റെ ആദ്യജാതനായ മനശ്ശെയുടെ ഗോത്രത്തിനും ഓഹരി കിട്ടി. മനശ്ശെയുടെ ആദ്യജാതനും ഗിലെയാദിന്റെ അപ്പനും ആയ മാഖീർ യുദ്ധവീരനായിരുന്നത് കൊണ്ട് അവന് ഗിലെയാദും ബാശാനും ലഭിച്ചു. മനശ്ശെയുടെ ശേഷം പുത്രന്മാരായ അബിയേസരിന്റെ മക്കൾ, ഹേലക്കിന്റെ മക്കൾ, അസ്രിയേലിന്റെ മക്കൾ, ഷേഖേമിന്റെ മക്കൾ, ഹേഫെരിന്റെ മക്കൾ, ഷെമീദാവിന്റെ മക്കൾ എന്നിവർക്കും കുടുംബമായി ഓഹരി കിട്ടി. ഇവർ കുടുംബമായി യോസെഫിന്റെ മകനായ മനശ്ശെയുടെ മക്കൾ ആയിരുന്നു. എന്നാൽ മനശ്ശെയുടെ മകനായ മാഖീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേഫെരിന്റെ മകൻ ശെലോഹഹാദിന് പുത്രിമാരല്ലാതെ പുത്രന്മാർ ഇല്ലായിരുന്നു. അവന്റെ പുത്രിമാർക്കും മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്ന പേരായിരുന്നു. അവർ പുരോഹിതനായ എലയാസാരിന്റെയും നൂന്റെ മകനായ യോശുവയുടെയും പ്രഭുക്കന്മാരുടെയും മുൻപിൽ അടുത്തു ചെന്നു. ഞങ്ങളുടെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ ഒരു അവകാശം ഞങ്ങൾക്ക് തരുവാൻ യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ യഹോവയുടെ കൽപ്പന പ്രകാരം അവരുടെ അപ്പന്റെ സഹോദരന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് ഒരു അവകാശം കൊടുത്തു. ഇങ്ങനെ മനശ്ശെയുടെ പുത്രിമാർക്ക് അവന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ അവകാശം ലഭിച്ചതുകൊണ്ട് മനശ്ശെയ്ക്ക് യോർദാൻ അക്കരെ ഗിലെയാദ് ദേശവും ബാശാനും കൂടാതെ 10 ഓഹരി കിട്ടി. മനശ്ശെയുടെ ശേഷം പുത്രന്മാർക്ക് ഗിലെയാദ് ദേശം കിട്ടി. മനശ്ശെയുടെ അതിരോ ആശേർ മുതൽ ഷെഖേമിന് കിഴക്കുള്ള മിക്മെദാത്ത് വരെ ചെന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏൻ തപ്പൂഹായിലെ നിവാസികളുടെ അടുക്കലോളം നീണ്ടുകിടക്കുന്നു. തപ്പൂഹ ദേശം മനശ്ശെയ്ക്കുള്ളതായിരുന്നു. എങ്കിലും മനശ്ശെയുടെ അതിരിലുള്ള തപ്പൂഹ പട്ടണം എഫ്രയീമ്യർക്ക് ഉള്ളതായിരുന്നു. പിന്നെ ആ അതിർ കാനാ തോട്ടിങ്കിലേക്ക് തോട്ടിന്റെ തെക്ക് കൂടി ഇറങ്ങുന്നു. ഈ പട്ടണങ്ങൾ മനശ്ശെയുടെ പട്ടണങ്ങൾക്കിടയിൽ എഫ്രയീമിനുള്ളവ. മനശ്ശെയുടെ അതിർ തോട്ടിന്റെ വടക്കുവശത്തുകൂടെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. തെക്ക് ഭാഗം എഫ്രയീമിനും വടക്ക് ഭാഗം മനശ്ശെയ്ക്കും ഉള്ളത്. സമുദ്രം അവന്റെ അതിർ ആകുന്നു. അത് വടക്ക് ആശേരിനോടും കിഴക്ക് ഇസ്സാഖാരിനോടും തൊട്ടിരിക്കുന്നു. ഇസ്സാഖാരിലും ആശേരിലും മനശ്ശെയ്ക്ക് ബേത്ത്ശെയാനും അതിന്റെ അധീന നഗരങ്ങളും, ഇബ്ലെയാമും അതിന്റെ അധീന നഗരങ്ങളും, ദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, ഏൻദോർ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, താനാക് നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും, മെഗിദോ നിവാസികളും അതിന്റെ അധീന നഗരങ്ങളും ഉണ്ടായിരുന്നു. 3 മേടുകൾ തന്നെ. എന്നാൽ മനശ്ശെയുടെ മക്കൾക്ക് ആ പട്ടണത്തിലെ നിവാസികളെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്തിൽ തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ബലവാന്മാരായി തീർന്നപ്പോൾ അവരെ നീക്കിക്കളയാതെ അവരെ കൊണ്ട് ഊഴിയവേല ചെയ്യിച്ചു. അനന്തരം യോസെഫിന്റെ മക്കൾ യോശുവയോട്, യഹോവ ഇതുവരെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഒരു വലിയ ജനമായി തീർന്നിരിക്കെ ഒരു നറുക്കും ഓഹരിയും മാത്രം നീ ഞങ്ങൾക്ക് തന്നത് എന്ത് എന്ന് ചോദിച്ചു. യോശുവ അവരോട്, നിങ്ങൾ വലിയൊരു ജനം എങ്കിൽ എഫ്രയീം പർവ്വതം നിങ്ങൾക്ക് വിസ്താരം പോരാത്തതാകൊണ്ട് കാട്ടുപ്രദേശത്ത് ചെന്ന് പെരിസ്യരുടെയും മല്ലന്മാരുടെയും ദേശത്ത് കാട് വെട്ടി സ്ഥലം എടുത്തുകൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. അതിന് യോസെഫിന്റെ മക്കൾ, മലനാട് ഞങ്ങൾക്ക് പോരാ, ബേത്ത്ശെയാനിലും അതിന്റെ അധീന നഗരങ്ങളിലും ഇസ്രായേൽ താഴ്വരയിലും ഇങ്ങനെ താഴ്വീതി പ്രദേശത്ത് പാർക്കുന്ന കനാന്യർക്കൊക്കെയും ഇരുമ്പ് രഥങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. യോശുവ യോസെഫിന്റെ കുലമായ എഫ്രയീമിനോടും മനശ്ശെയോടും പറഞ്ഞത്, നിങ്ങൾ വലിയൊരു ജനം തന്നെ, മഹാശക്തിയുമുണ്ട്. നിങ്ങൾക്ക് ഒരു ഓഹരി മാത്രമല്ല വരേണ്ടത്, മലനാട് നിനക്കുള്ളത് ആയിരിക്കണം. അത് കാടാകുന്നു എങ്കിലും നിങ്ങൾ അത് വെട്ടിത്തെളിക്കണം. അതിന്റെ അറുതി പ്രദേശങ്ങളും നിങ്ങൾക്കുള്ളവ തന്നെ. കനാന്യർ ഇരുമ്പ് രഥങ്ങൾ ഉള്ളവരും ബലവാന്മാരും ആകുന്നുവെങ്കിലും നിങ്ങൾ അവരെ നീക്കിക്കളയും.